വെള്ളമെല്ലാം മാലിന്യമായിട്ട് കിടക്കുന്നത്. എല്ലാവർക്കും ദേഹത്തെല്ലാം ചൊറിച്ചിലും ഭയങ്കര കൊതുകിൻ്റെ ശല്യം അതിലും വേണം. ഞങ്ങൾക്ക് വഴിയില്ല, ഒരു രക്ഷയില്ല. വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം പനയംകിഴിപ്പ് എന്ന പ്രദേശത്താണ്. ഇങ്ങോട്ട് നമ്മൾ വരാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇവിടുത്തെ നിവാസികൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. വേണ്ട അധികാരികളുടെ മുമ്പിലെല്ലാം ഇവർ പരാതികളുമായി ചെന്നിട്ടും ഇവർക്ക് മുമ്പിൽ ഒന്ന് വാതിൽ തുറക്കാൻ പോലും നമ്മുടെ അധികാരികൾ തയ്യാറാവുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പ്രശ്നങ്ങളാണ്. ഞങ്ങൾക്ക് നടക്കാൻ ഒരു വഴി പോലും ഇല്ല, കുടിക്കാൻ വെള്ളമില്ല, ഒരു രക്ഷയില്ല. ഭയങ്കര മണം. സാധനങ്ങളെല്ലാം ഞങ്ങളൊരു ഗ്യാസ് കുറ്റി കൊണ്ടുവരണമെങ്കിൽ അവിടുന്ന് ഒരു 200 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്താൽ വീട്ടിൽ കൊണ്ടുവരുന്നത്. കൊണ്ടാണ് ഞങ്ങൾക്ക് വഴിയില്ല, ഒരു രക്ഷയില്ല. വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. രോഗങ്ങളായിട്ട് അമ്മമാർ കിടക്കുന്നു. അവർക്കൊന്നും കൊണ്ടുപോകാൻ ഒരു നിർത്തിയില്ല. ഞങ്ങൾക്ക് കുടിവെള്ളം പോലും ഇല്ല. ഇപ്പം ഞങ്ങൾ ഈ വഴിയിലൊരു പൊതുപ്പൈപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുടിവെള്ളം ഉപയോഗിക്കുന്നു. കിണറ്റിലെ വെള്ളമെല്ലാം മാലിന്യമായിട്ട് കിടക്കുന്നു. എല്ലാവർക്കും ദേഹത്തെല്ലാം ചൊറിച്ചിലും ഭയങ്കര കൊതുകിൻ്റെ ശല്യം അതിലും വേണം. അത് തന്നെയല്ല ഈ കെട്ട വെള്ളം ഇവിടുത്തെ എല്ലാം വേസ്റ്റ് വെള്ളം ഒഴുക്കാം. ഈ ചീഞ്ഞ വെള്ളമാണ് ഞങ്ങളുടെ പെരയ്ക്കകത്ത് കണ്ടത്. ആദ്യം 2 വർഷം മുമ്പ് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു. അത് ഒരു നടപടി ഉണ്ടായില്ല. പിന്നെ ഇത് ഇപ്പോഴും നടപടി കൊടുത്തിരിക്കുക. ഇതെന്താണ് നമ്മൾ ഇത്രയും പരാതി കൊടുത്തിട്ട് എന്തായിരിക്കും അവരുടെ കൊടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെയിൽവേയില് മുനിസിപ്പാലിറ്റിയില് അവർക്ക് ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇല്ലാന്ന്. മുനിസിപ്പാലിറ്റിയുടെ ഓടയാണ്. അവരത് ക്ലീൻ ചെയ്ത് ആ വെള്ളം അവരാണ് വിടേണ്ടത്. ഇതിപ്പം മറ്റുള്ളവരുടെ വസ്തുവിൻ്റെ അകത്തുകൂടിയാണ് ഈ വെള്ളം ഒഴുകുന്നത്. പറമ്പിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകുന്നത്. അവരുടെ അതിലെ വെള്ളം ഒഴുകുന്നില്ല. അവരുടെ ആ ഓട ശരിയാക്കാനോ ഒന്നും അവർക്ക് മുൻകൈ അവരെടുക്കുന്നില്ല. ഇതിപ്പോ എത്ര നാളായി നമ്മൾ ഈ പരാതിയുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷത്തോളമായി. ഞങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വഴിക്ക് വേണ്ടിയിട്ട് നടക്കണം. ഇതിലെ കൂടെ ഈ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിലെ കൂടെ മണ്ണടിച്ചിട്ട് മറ്റേ ഒരു വഴി തരാമെന്ന് തിരുവഞ്ചൂർ MLA പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്ത് തന്നാലേ ഉള്ളൂ വഴിക്കുള്ള ഫണ്ട് സാറ് തരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ നടക്കാൻ തുടങ്ങിയത്. ഓരോരോ ഒഴിവഴികൾ പറഞ്ഞിട്ട് എല്ലാം തട്ടിവിടുകയാണ് അവർ. ഇപ്പോഴും ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഇരിക്കുന്ന പേപ്പറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ മുനിസിപ്പാലിറ്റി പോയിട്ട് വന്നു. അവർ പറയുന്നത് അവർ കളക്ടർക്ക് കൊടുത്ത പരാതി കണ്ട് ഇത്രയും പെട്ടെന്ന് വേണ്ട വായിച്ചു നോക്കും. ഇത് കണ്ടായി ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്താൽ. പക്ഷെ അവർ ഇപ്പോഴും പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവിടെ ആരിറങ്ങുമെന്ന് ഞങ്ങളോട് ചോദിക്കാം. പിന്നെ ഞങ്ങൾ ഇറങ്ങണോ? കുടിക്കാൻ കൃത്യമായി വെള്ളമില്ല, പോകാൻ വഴികളില്ല, കൃത്യമായി വെളിച്ചം ലഭിക്കുന്നില്ല. ഇങ്ങനെ പല പരാതികളുമാണ് ഇവിടുത്തെ നിവാസികൾക്ക് പറയാനുള്ളത്. അധികാരികൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെട്ട് ഇവരുടെ പരിഹാരം ഒന്ന് കണ്ടെത്തണം എന്നും ഞങ്ങൾ പറയുന്നു. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ജോബിൻ, ജാഗ്രത ന്യൂസ്.